ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂവാലി. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മളുടെ എക്സാമിൽ എപ്പോഴും വരുന്ന കുറച്ച് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറച്ച് മുമ്പേ കണ്ടേ. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം തന്നെ ഒന്നുകൂടെ ഇരുത്തി വായിക്കണം. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി എടുത്തിട്ട് വേണം ഓപ്ഷൻസ് നോക്കാൻ. ഓപ്ഷൻസ് നോക്കിയിട്ട് പിന്നെയും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ആൻസർ ആണോ എന്ന് ഓർത്ത് നോക്കിയിട്ട് വേണം ആൻസർ കറക്റ്റ് നമ്മൾ ബബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ടാസ്ക് അവിടെ ഉണ്ട്. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്ര സെക്കൻഡ് മതി എന്ന് പറയുന്നിടത്ത് നിന്നും ആ ക്വസ്റ്റ്യൻ കണ്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ആലോചിച്ച് ഉത്തരത്തിലേക്ക് എടുക്കാൻ കുറച്ചും കൂടെ സമയം ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. അപ്പം അങ്ങനെ ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന 4-5 ചോദ്യമാണ് നമ്മൾ മുന്നേ കണ്ടത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നോക്കണുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് വേർഡിനകത്തെ ഓറിയന്റേഷൻ, പേജ് ഓറിയന്റേഷൻ 2 എണ്ണം ഉണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെയാണത്? പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. പി എന്നുള്ളത് പോർട്രേറ്റ്, എൽ എന്നുള്ളത് ലാൻഡ്സ്കേപ്പ്. ഇങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ പഠിക്കുന്നുണ്ട്. നോർമലി ഏത് കോച്ചിങ് ക്ലാസ്സിൽ പോയാലാണെങ്കിലും നമ്മളാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പേജ് ഓറിയന്റേഷൻ വേർഡ് 2007 സംബന്ധിച്ചിടത്തോളം പേജ് ഓറിയന്റേഷൻ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ 2 എണ്ണം ഉണ്ട്. പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആണ് അത്. ഇനി ഡീഫോൾട്ട് ആയിട്ടുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത് പോർട്രേറ്റ് ആണ്. ഇത്രയാണ് ആ ഓറിയന്റേഷൻ എന്നുള്ള ഭാഗവുമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, ഇനി അതിനകത്തൊരു കാര്യമുള്ളത് എവിടെ നിന്നാണ് ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അത് നമ്മളുടെ പേജ് ലേഔട്ട് ടാബിനകത്തെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിനകത്തുള്ള ഓറിയന്റേഷൻ വഴിയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ 3-4 വേർഡ് ഫയൽസ് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയേ. ഇതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ മൗസ് വെച്ചിരിക്കുന്ന ഭാഗം നോക്കാം. ഇത് ലാൻഡ്സ്കേപ്പ് ആണ്. ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു 5 പേജ് 1 2 3 4 5 ഓക്കെ 5 പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഈ 5 പേജിൻ്റെയും ഓറിയന്റേഷൻ എന്താണ്? ഓറിയന്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. അപ്പം നമ്മൾ പേജ് ലേഔട്ടിനകത്ത് വന്ന് ഓറിയന്റേഷൻ ക്ലിക്ക് ചെയ്ത് പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ പേജിനും അതേ ഓറിയന്റേഷൻ ആണ് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാനിവിടെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ടാണ് എല്ലാ പേജിനും ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ പേജിനും ഞാൻ പോർട്രേറ്റ് സെലക്ട് ചെയ്തതുകൊണ്ടാണ് പോർട്രേറ്റ് ആയത്. തിരിച്ചു നോക്കുക, കണ്ടോ, എല്ലാ പേജും ലാൻഡ്സ്കേപ്പ് ആയി. അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേജും അതേ ഒരു ഓറിയന്റേഷൻ ആണ് ഫോളോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് അങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയാണ് നിങ്ങൾ ആ ഒരു തംബ്നെയിലിൽ കണ്ടിട്ടുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഓക്കെ, തംബ്നെയിലിൽ എന്താ കണ്ടേ? ഒന്നിടവിട്ട് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. അതെങ്ങനെ ആക്കാമെന്നുള്ള ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും വേണ്ട അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും വരണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇതാണ് ആ കാര്യം. ഓക്കെ, ആദ്യത്തേത് പോർട്രേറ്റ് ആണ്, 2ാമത്തെ പേജ് ലാൻഡ്സ്കേപ്പ് ആണ്, 3ാമത്തേത് പോർട്രേറ്റ് ആണ്, 4ാമത്തെ ലാൻഡ്സ്കേപ്പ് ആണ്. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനവിടെ ചെറിയൊരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. എന്താണ്, എങ്ങനെയാണ് ആക്സസ് ചെയ്യുക എന്നുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് ലേഔട്ട് ടാബ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൻ്റെ ആ ഒരു ഡ്രോപ്പ് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും. കണ്ടോ, പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ്. ഓൾറെഡി നമ്മൾ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിനെ കുറിച്ച് പറയുന്ന സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ എക്സാക്റ്റ് ഒരൊറ്റ ചോദ്യത്തിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കണേ. അപ്പം നമ്മൾ അങ്ങനെ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കി. ഓക്കെ, ഈ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു കാര്യം എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് നോക്കണേ. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടൊരു പേപ്പർ അല്ലെങ്കിൽ പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. ഓക്കെ, ഒരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള നമ്മളുടെ ഓറിയന്റേഷൻ വരുന്നത് പോർട്രേറ്റ് ആണ്. ഇപ്പോൾ നിലവിൽ എത്ര പേജ് ഉണ്ട്? ഒരു പേജേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂമിങ് കുറയ്ക്കണേ കേട്ടോ. അപ്പോൾ ഇത് പോർട്രേറ്റ് ആണ്. പുതിയൊരു പേജ് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേജ് ബ്രേക്കിന് എന്താണ് കൺട്രോൾ എൻ്റർ ആണ് ഷോർട്ട് കട്ട്. അപ്പം നമ്മൾ 2
പേജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനകത്ത് 2ാമത്തെ പേജിലാണ് നമ്മളുടെ കഴ്സർ നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കുക, പേജ് ലേഔട്ടിനകത്ത് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് നമ്മൾ എടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് 2ാമത്തെ പേജിലാണ് നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ 2ാമത്തെ പേജിന്റെ ഓറിയന്റേഷനും എന്താണ്? പോർട്രേറ്റ് ആണ്. നമുക്ക് എങ്ങനെയാക്കി മാറ്റണം? ലാൻഡ്സ്കേപ്പ് ആക്കി മാറ്റണം. സോ നമ്മൾ ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്ലൈ ടു ഹോൾ ഡോക്യുമെന്റ് എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. അപ്ലൈ ടു എന്നുള്ളതിനകത്ത് ഹോൾ ഡോക്യുമെന്റ്, ഈ ഹോൾ ഡോക്യുമെന്റ് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് എല്ലാ പേജിലും അതേ ഓറിയന്റേഷൻ തന്നെ വരാനുള്ള കാരണം. ഈ ഹോൾ ഡോക്യുമെന്റ് മാറ്റി ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേജ് ലാൻഡ്സ്കേപ്പ് ആയി. ഓക്കെ, എഗെയിൻ നമ്മൾ ഒരു പേജ് എടുത്ത് നോക്കുക. 3ാമത്തെ പേജ് എടുത്തു. അപ്പം 3ാമത്തെ പേജും എന്താണ്? ലാൻഡ്സ്കേപ്പ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ കൊടുത്തത് അപ്ലൈ ടു എന്നുള്ളതിനകത്ത് ഹോൾ ഡോക്യുമെന്റ് എന്നുള്ളത് മാറ്റി ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളതാണ് കൊടുത്തത്. അതായത് ഈ പോയിന്റ് മുതൽ അങ്ങോട്ട് എന്തായിരിക്കും? ലാൻഡ്സ്കേപ്പ് ആയിരിക്കും. അപ്പം ഇനി നമ്മൾ എന്ത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ലാൻഡ്സ്കേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, കണ്ടോ? ഇപ്പം ആഡ് ചെയ്തിരിക്കുന്ന അത്രയും കാര്യം എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആണ്. ഇനി നമുക്ക് ഈ ഒരു പേജ്, ഇപ്പം ഞാൻ സെലക്ട് ചെയ്തത് 1, 2, 3, 4, 5ാമത്തെ ഈ പേജാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ തിരിച്ച് പോർട്രേറ്റ് ആക്കുവാണ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? പോർട്രേറ്റ് എന്നുള്ളത് മാറ്റി, ലാൻഡ്സ്കേപ്പ് എന്നുള്ളത് മാറ്റി പോർട്രേറ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളത് കൊടുത്തു. കണ്ടോ? അപ്പോൾ ദിസ് പോയിന്റ് ഫോർവേഡ് നമ്മൾ കൊടുത്തപ്പോൾ അതിന് ശേഷമുള്ളതെല്ലാം എന്തായിട്ടുണ്ട്? പോർട്രേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എടുത്ത് അതിനകത്ത് അപ്ലൈ ടു എന്നുള്ളത് ഓറിയന്റേഷൻ സെലക്ട് ചെയ്താന്ന് വെച്ചാൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ടു എന്നുള്ളതിനകത്ത് ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളതിനകത്ത് കൊടുക്കണം. അപ്ലൈ ടു ഹോൾ ഡോക്യുമെന്റ് എന്നുള്ളത് മാറ്റി അപ്ലൈ ടു ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളത് കൊടുക്കണം. അതായത് ഈ പോയിന്റ് മുതൽ അങ്ങോട്ട് എന്തായിരിക്കും? നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ള ഓറിയന്റേഷൻ ആണ് കിട്ടുക. ഇനി തിരിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ആ പേജ് സെലക്ട് ചെയ്ത് ഇതേപോലെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡീഫോൾട്ട് ആയിട്ട് അപ്ലൈ ടു എന്നുള്ളത് ഹോൾ ഡോക്യുമെന്റ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ ഏതാണോ ഓറിയന്റേഷൻ സെലക്ട് ചെയ്യുന്നത് അത് തന്നെ എല്ലാ പേജിലും ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. ഈ അപ്ലൈ ടു എന്നുള്ള ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരേ ഡോക്യുമെന്റിൽ തന്നെ എന്താണ് ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനും കൊണ്ടുവരാം, അതുപോലെ തന്നെ എന്താണ് പോർട്രേറ്റ് ഓറിയന്റേഷനും കൊണ്ടുവരാം. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ക്യാൻ യു ഇൻസേർട്ട് ലാൻഡ്സ്കേപ്പ് ആൻഡ് പോർട്രേറ്റ് ഓറിയന്റേഷൻ ഓൺ എ സെയിം ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ് വരിക, ഒരേ ഡോക്യുമെന്റിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനും പോർട്രേറ്റ് ഓറിയന്റേഷനും എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക? ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കുറേ സ്റ്റേറ്റ്മെന്റ് തരും. അപ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്തെ മാർജിൻ എന്ന് പറയുന്ന ടാബിനകത്ത് ഓറിയന്റേഷൻ ഏതാന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്യണു. സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ടു എന്നുള്ളതിനകത്ത് ദിസ് പോയിന്റ് ഫോർവേഡ്, ചിലപ്പോൾ ദിസ് സെക്ഷൻ എന്നും കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരേ ഡോക്യുമെന്റിൽ തന്നെ പോർട്രേറ്റ് ഓറിയന്റേഷനിലും നമുക്ക് എഴുതാം, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിലും നമുക്ക് എഴുതാം. അപ്പോൾ ആ ചോദ്യങ്ങളുടെ കൂടെ പേജ് ലേഔട്ടിലെ പേജ് സെറ്റപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമുക്ക് പേജ് ഓറിയന്റേഷൻ എടുക്കാൻ പറ്റുക. 2 എണ്ണം ഉണ്ട്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഡീഫോൾട്ട് ആയിട്ടുള്ളത് പോർട്രേറ്റ് ആണ് എന്നുള്ള ആ ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഇക്കാര്യം കൂടെ ഓർത്തിരിക്കുക. എന്താണ്? ഒരേ ഡോക്യുമെന്റിൽ തന്നെ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആ സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ഓർത്തിരിക്കുക, പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. ഓക്കെ, ഇനി അതിനകത്തെ ടാബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർജിൻ എന്ന് പറയുന്ന ടാബിനകത്താണ്. അപ്പോൾ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സിനകത്തെ മാർജിൻ എന്ന ടാബിനകത്തെ ഓറിയന്റേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ എന്നുള്ളത് എന്താക്കി കൊടുക്കണം? ദിസ് പോയിന്റ് ഫോർവേഡ് എന്നുള്ളത് ആക്കി കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരേ ഡോക്യുമെന്റിൽ തന്നെ പോർട്രേറ്റ് ഓറിയന്റേഷനും അതുപോലെ ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനും കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കണേ. ലൈവായിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ഫൈൻ, താങ്ക് യു.